കർഷകരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ കർഷകർക്ക് ഗുണകരമായ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം ഇപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത് പൊള്ളാച്ചി മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റുകളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറി ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വിഭവങ്ങളെ അവിടെ ഉപയോഗിച്ചുകൊണ്ട് 600 കോടി രൂപ നിർമ്മാണ ചെലവിൽ ഒരു ബ്രൂവറി യൂണിറ്റ് സ്ഥാപിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് അവിടെ തൊഴിൽ സംരംഭം ഉണ്ടാകുന്നു. അതിനുമപ്പുറം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്ന മദ്യത്തിൽ GST ഭീമമല്ലേ? ആ GST ഒക്കെ പോകുന്നത് എവിടെയാണ്? മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ്. മധ്യപ്രദേശിലേക്ക് പോവുകയാണ് GST, മഹാരാഷ്ട്രയിലേക്ക് പോവുകയാണ് ഈ പറയുന്ന GST. അതെന്തുകൊണ്ട് കേരളത്തിൽ നിർത്തിക്കൂടാ എന്നുള്ളതാണ് പ്രശ്നം. ഈ പണം ഉണ്ടെങ്കിലല്ലേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റൂ. ഇവിടുത്തെ ആശുപത്രികളിൽ നിങ്ങൾക്ക് കേവലം മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ, മരുന്ന് കൊടുക്കാൻ സാധിക്കൂ. കുടിശ്ശികയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ പല മരുന്ന് നിർമ്മാണ കമ്പനികൾക്കും നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശികയാണ്, റേഷനിൽ കുടിശ്ശികയാണ്. അപ്പോൾ ഇതൊക്കെ തീർക്കുന്നതിന് സംസ്ഥാനം തനത് വിഭവം കണ്ടെത്തണമെന്ന് ഒരു ഭാഗത്ത് പറയുകയും തനത് വിഭവം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായ ഒരു ബ്രൂവറി യൂണിറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ മുന്നിലേക്ക് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കുകയും ചെയ്തു. നമുക്ക് ഏതെങ്കിലും തരത്തിൽ അഴിമതി ആരോപണമുണ്ടോ? അന്വേഷിക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ആരോപണം എന്തായിരുന്നു? ഒന്ന് പൊളിഞ്ഞുപോയ ആരോപണമാണ്. ഒന്ന് ടെൻഡർ വിളിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇത്തരമൊരു സംരംഭത്തിന് ടെൻഡറിൻ്റെ ആവശ്യമേ ഇല്ല. കാര്യം എഥനോൾ നിർമ്മാണത്തിനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് ഈ ഒയാസിസ് കമ്പനി എന്ന് ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു കമ്പനിയും ഈ പറയുന്ന പ്രോജക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടില്ല.